ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വരാൻ പോകുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അത് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഈശ്വരൻ നിങ്ങളോട് പറയുന്ന കുറച്ച് നിങ്ങളൊന്ന് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം, സെൽഫ് ലവ് ചെയ്യണം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒട്ടും തന്നെ നിങ്ങളുടെ സെൽഫ് ലവ് ഒന്നും തന്നെ നിങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം അസന്തുലിത അവസ്ഥ ഉണ്ടായാലും നിങ്ങൾ ഒരു ബാലൻസ് കൊണ്ടുവന്നാൽ മാത്രമേ ആ ഒരു അസന്തുലിത അവസ്ഥയിലൊരു മാറ്റം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്വയം ഒരു ബാലൻസ് കൊണ്ടുവരണമെന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ അറിയാം, എന്നിട്ടും നിങ്ങൾ കൺഫ്യൂഷനിൽ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് മാറ്റുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കാരണം ഒരു വ്യക്തി കൂടുതലായിട്ട് നല്ലൊരു വ്യക്തി ആയിരിക്കുമ്പോൾ അവർക്ക് അത് ചിലപ്പോൾ ശരിയായിട്ട് വരണമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഇവിടെ സമയം നിങ്ങളെ മിറർ കാണിക്കുകയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു സ്ഥിതിയിൽ കുറച്ചൊക്കെ നിങ്ങളൊന്ന് ബാലൻസ് ആയിട്ട് പോകണമെന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ബിഹേവിയർ തന്നെ നിങ്ങളെ മിസ്യൂസ് ചെയ്യാൻ ആൾക്കാർ എടുക്കുന്ന ആയുധം. കാരണം നിങ്ങൾ ആരോടും നോ പറയാൻ താല്പര്യപ്പെടത്തില്ല. ആരെന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും, ആരോടും നോ പറയത്തില്ല. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവരെ വച്ച് യൂസ് ചെയ്യാം, ഇവർ ആരോടും നോ പറയത്തില്ല എന്നുള്ള രീതിയിൽ ആൾക്കാർ എടുക്കും. അപ്പോൾ അത് നിങ്ങൾക്കവിടെ മിസ്യൂസ് സംഭവിക്കുകയാണ്. നോ പറയേണ്ടത് നമ്മൾ നോ പറയുക തന്നെ വേണം. നിങ്ങൾ അത് മനസ്സിലാക്കുക. ചില സമയം നിങ്ങൾക്ക് തോന്നാറുമുണ്ട്, ആൾക്കാർ എന്ത് ഇങ്ങനെ എന്നെ മിസ്യൂസ് ചെയ്യുന്നത്, ഒരു വ്യക്തി പോട്ടെ, രണ്ട് വ്യക്തി പോട്ടെ, മൂന്ന് വ്യക്തി, എല്ലാവരും എന്നെ മിസ്യൂസ് ചെയ്തിട്ട് പോകുന്നല്ലോ എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരാറുണ്ട് ചില സമയം. ഇതിൻ്റെ പിറകിൽ നിങ്ങളുടെ ഈ ഒരു സ്വഭാവമാണ്. ആ ഒരു സ്വഭാവത്തിൽ ഒരു ബാലൻസ് നിങ്ങൾ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ആ ഒരു എനർജിയിൽ, നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിൽ ഒത്തിരി ഒരു അസന്തുലിതമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഞാനൊരു കഥ പറയാം. ഒരു റാബിറ്റ് എപ്പോഴും ആഹാരം കൊണ്ടുവരും ഗുഹയിലോട്ട്. അപ്പോൾ ഒരു ദിവസം ഒരു കുറുക്കൻ വന്നിട്ട് ചോദിച്ചു, നിൻ്റെ കയ്യിൽ ഇത്രയും ആഹാരം ഇരിക്കില്ല, ഒരു ക്യാരറ്റ് എനിക്ക് തരാൻ പറയും. അപ്പോൾ കുറുക്കന് ഒരു ക്യാരറ്റ് റാബിറ്റ് കൊടുത്തു. പിറ്റേ ദിവസം അതേപോലെ റാബിറ്റ് ആഹാരം കൊണ്ടുവന്നു. അപ്പോൾ ഇന്നലെ വന്ന അതേ കുറുക്കൻ വീണ്ടും ആ ഒരു മുയലിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ മുയൽ ചോദിച്ചു, എന്താ ഇന്ന് നീ എനിക്ക് 2 ക്യാരറ്റ് തരുമോ, നമുക്ക് എന്തുകൊണ്ട് ഷെയർ ചെയ്ത് കഴിച്ചുകൂടാ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്നലെ ഒരെണ്ണം കൊടുത്തു, ഇന്നും 2 കൊടുക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു മുയൽ വീണ്ടും 2 കൊടുത്തു. പിറ്റേ ദിവസം ആയപ്പോൾ ഈ ഒരു കുറുക്കൻ ഈ ഗുഹയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഈ ഒരു റാബിറ്റ് ആഹാരം കൊണ്ടുവന്ന് നോക്കി. അപ്പോൾ കുറുക്കൻ പിറ്റേ ദിവസം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ 2 ദിവസം കൊണ്ട് ആഹാരം ഷെയർ ചെയ്തല്ലേ കഴിക്കണം, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് കഴിഞ്ഞുകൂടാ, ഈ ഒരു ഗുഹയിൽ എനിക്കും കൂടെ സ്ഥാനം താ, ഞാനും നീയും ഒരുമിച്ച് കഴിയാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ശരി, നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം രാത്രിയായപ്പോൾ ഈ റാബിറ്റ് ഉറങ്ങുന്നില്ല. അപ്പോൾ ഈ ഒരു കുറുക്കൻ പറയണം, നീ എന്തായാലും രാത്രി ഉറങ്ങുന്നില്ലല്ലോ, നീ അപ്പോൾ ഗുഹയുടെ പുറത്ത് പോയി കാവലിരിക്കുക എനിക്ക് എന്ന്. അപ്പോൾ അതും ഈ ഒരു റാബിറ്റ് കേൾക്കുകയാണ്. അപ്പോൾ അതുപോലെ ചെയ്യുന്നു, ഗുഹയുടെ പുറത്ത് പോയി ചെന്ന് കാവലിരിക്കുന്നു. അപ്പോൾ സ്വന്തം ഗുഹയിൽ വേറൊരാളെ കയറ്റിപ്പിച്ചപ്പോൾ ആ ഒരു അവസ്ഥ ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ. അതേപോലെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ റാബിറ്റിന് മനസ്സിലായി, ഞാൻ എവിടെയാണ് തെറ്റ് ചെയ്തത് എന്ന്. ഞാൻ ഈ ആവശ്യമില്ലാതെയാണല്ലോ ഈ ഒരു കുറുക്കനെ എൻ്റെ ഗുഹയിലോട്ട് കയറ്റി, എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ വെളിയിലായല്ലോ എന്നുള്ള രീതിയിൽ മനസ്സിലായി. അതേപോലെയാണ് നിങ്ങളുടെ ആ ഒരു എനർജി. നിങ്ങൾ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർക്ക് നിന്നു കൊടുക്കുന്നു, എന്നിട്ട് മിസ്യൂസ് ആകുമ്പോൾ നിങ്ങൾ കിടന്ന് വിഷമിക്കുകയും ചെയ്യുന്നു. നമ്മളാണ് നമ്മുടെ ബൗണ്ടറീസ് വിട്ടുകൊടുക്കുന്ന അവർക്ക് മിസ്യൂസ് ചെയ്യാൻ വേണ്ടി. നമ്മളെപ്പോഴും ഒരു ബൗണ്ടറി സെറ്റാക്കി വെക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം അങ്ങനെ സെറ്റാക്കി വയ്ക്കുമ്പോൾ ആരും നമ്മളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി വരത്തില്ല. നമ്മുടെ തന്നെ ചെറിയ ഒരു തെറ്റ് നമ്മുടെ ലൈഫിൽ ഒരു തെറ്റായ ഒരു പരിണാമം കൊണ്ടുവരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ചില സ്ഥലങ്ങളിൽ നമുക്ക് നോ പറയാൻ പറ്റാത്തൊരവസ്ഥ, അതൊക്കെ നമ്മൾ പറയണം. നോ പറയേണ്ടടുത്ത് നോ പറയുക ചെയ്യണം. ബൗണ്ടറീസ് സെറ്റാക്കി വയ്ക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവിടെ തെറ്റ് ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ മാത്രമല്ല, നമ്മുടെയും ഭാഗത്തും തെറ്റുണ്ട്. നമ്മൾ അവർക്ക് വഴി കൊടുക്കുന്നതുകൊണ്ടല്ല അവർ വന്ന് നമ്മളെ മിസ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് വഴി കൊടുക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവമേ, എന്നെ ആരും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. എൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ ഞാൻ മറ്റുള്ളവർക്ക് മിസ്യൂസ് ചെയ്യാൻ വേണ്ടി അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവത്തിൽ ആ ഒരു മാറ്റം ദൈവം കൊണ്ടുവരണം. ഇനി ആർക്കും ഒരു രീതിയിൽ ഒരു മിസ്യൂസ് എന്നെ ചെയ്യാൻ സാധിക്കാതിരിക്കാൻ വേണ്ടി ഒരു മാറ്റം അങ്ങ് എൻ്റെ സ്വഭാവത്തിൽ കൊണ്ടുവരണമെന്ന് ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക.
ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണമെന്നാണ് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെ പ്രാർത്ഥന ചെയ്യുക. നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം ദൈവം എന്നുള്ള രീതിയിൽ. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി മറ്റുള്ളവർക്ക് വേണ്ടി വർക്കാവുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അത് വർക്കാവുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾക്ക് വേണ്ടി വർക്കാവുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥന ചെയ്താൽ മാത്രം മതി. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്ഥിതികളിൽ ഒരു മാറ്റം ഉണ്ടാവണമെന്നാണ്. അതായത് ഒരു ബാലൻസ് എപ്പോഴും ഉണ്ടാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ചില സമയങ്ങളിൽ നിങ്ങൾ നേരായ വഴി പോയിട്ടും വേറൊരു വഴി ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ വഴി പോകുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നേരായ വഴിയിൽ കൂടെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ ആ വഴി കൂടെ തന്നെ നിങ്ങൾ പോകണം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ഇനി കൂടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഭ്രമിതരാവത്തില്ല. നിങ്ങൾ നേരായ വഴിയിൽ കൂടെ തന്നെ പോകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം. അതായത് നിങ്ങളുടെ ആ ഒരു ഏകാഗ്രത പൂർണ്ണമാകുന്നതായിട്ടും നിങ്ങളെ ആരും ബ്രെയിൻ വാഷ് ചെയ്യാതിരിക്കുന്നതായിട്ടും ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആരും നിങ്ങളെ ശരിയായ വഴിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കരുത്. ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു സ്ഥിതി നിങ്ങൾക്ക് പല പ്രാവശ്യവും സംഭവിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ നേരായ വഴിയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കും, പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ഭ്രമിതരാക്കും, നിങ്ങൾ അവർ പറയുന്ന വഴി കൂടെ പോകും. അപ്പോൾ ഇനി അങ്ങനെ സംഭവിക്കത്തില്ല. ഇനി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. ഇവിടെ മിറർ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ദൈവം. മിറർ നമ്പർ ആയിരിക്കും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഉള്ളായിട്ടും കാണാൻ സാധിക്കുന്നത്. 1441 1221 അങ്ങനെയൊക്കെ മിറർ നമ്പറുകളായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. കാരണം ദൈവം നിങ്ങൾക്ക് മിറർ കാണിച്ചു തരികയാണ്. അപ്പോൾ ലൈഫിലെ സ്ഥിതി എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കൂ എന്നാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് ഗോ വിത്ത് ഫ്ലോയിൽ പോകുവാനാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. പിന്നെ നിങ്ങൾ സെൽഫ് ലവും ചെയ്യുക. കുറച്ചൊന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് വാല്യൂ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരിക്കലും സ്വാർത്ഥരാവാൻ പാടില്ല എന്നാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾ സ്വാർത്ഥരായിട്ട് നിങ്ങളുടെ കർത്തവ്യങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ മോശമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങളാവാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യങ്ങളും ചെയ്യണം, നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുകയും വേണം. ഇവിടെ അങ്ങനെ ഇങ്ങനെ ഒരു സ്വപ്നം പോലും നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കത്തില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പൂർണ്ണമാക്കാൻ പറ്റിയ എല്ലാ സ്വപ്നവും നിങ്ങൾക്ക് പൂർണ്ണമാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കണം. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു അവസ്ഥ എന്തെന്ന് വെച്ചാൽ സമയം നിങ്ങളെ കുറച്ച് സമയത്തേക്ക് സ്റ്റക്കാക്കി വച്ചിരിക്കുകയാണ്. അതായത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി, ഞാൻ ആഗ്രഹിച്ചാൽ എൻ്റെ ആ ഒരു സമയത്തിനെ പോലും മാറ്റാൻ എന്നെക്കൊണ്ട് സാധിക്കും, അങ്ങനൊരു ഊർജ്ജം എന്നിലുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. പക്ഷേ ഞാൻ സ്വയം എന്നെ സ്റ്റക്കാക്കി വച്ചിരിക്കുകയാണ്, അങ്ങനെ ഒരിക്കലും ഞാൻ എന്നെ സ്റ്റക്കാക്കി വയ്ക്കരുത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷന് പുറത്ത് വരാൻ ശ്രമിക്കുക. സമയം നിങ്ങളെ ചിലപ്പോൾ സ്റ്റക്കാക്കി വയ്ക്കാം, പക്ഷേ നിങ്ങൾക്കൊരിക്കലും നിങ്ങളെ സ്റ്റക്കാക്കി വയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അതിനുള്ള ഊർജ്ജം ദൈവം തന്നിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും മുന്നേറാനുള്ള ഒരു ഊർജ്ജം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം സാഹസികരാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ആലസ്യവുമില്ല, പക്ഷെ നിങ്ങളുടെ ശരീരം പല സമയങ്ങളിലും നിങ്ങളെ സ്റ്റക്കാക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ഗ്രഹങ്ങളുടെ ആ ഒരു ദിശകാലം അല്ലെങ്കിൽ ഡിവൈൻ ടൈം അതൊക്കെയാണ് നിങ്ങളെ സ്റ്റക്കാക്കി വയ്ക്കുന്നത്. എവിടെയാണോ ലൈഫിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഇനി ലൈഫിൽ ഒന്നും തന്നെ സംഭവിക്കത്തില്ല എന്ന് എവിടെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ആൾക്കാർ പടികൾ കയറി പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി ലിഫ്റ്റ് ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ അന്തരാത്മാവ് പറയുന്നുണ്ട് നിങ്ങളുടെ ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന്. അത് സത്യമാണ്, നിങ്ങൾ വിശ്വസിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു നല്ല ഗുണമുണ്ട്. നിങ്ങളെപ്പോലെ ഇമോഷണലായിട്ടുള്ളൊരു വ്യക്തി വേറെയില്ല. അതേപോലെ തന്നെ നിങ്ങളെപ്പോലെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വ്യക്തി വേറെയില്ല. ഇവിടെ ഈ ഒരു കാര്യം 100% സത്യമായിട്ടുള്ള കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമൻസിൽ പറയുക. എപ്പോഴും മധ്യഭാഗത്തിൽ കൂടെ പോവുക. ഒന്നും അങ്ങോട്ട് അമിതമാവാനും പാടില്ല, ഒന്നും അങ്ങോട്ട് കുറയാനും പാടില്ല. മധ്യഭാഗത്തിൽ കൂടെ കടന്നു പോകാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ശാന്തിയും സമാധാനം നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത്. ഇവിടെ ദൈവം പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാരണം ഡിവൈൻ ടൈം നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിലാണ് ഉള്ളത്. അത് നിങ്ങളുടെ ലൈഫിലെ ആ ഒരു വിലപ്പെട്ട സമയമെന്ന് പറയുന്നത് ഇതാണ്. ആ ഒരു വിലപ്പെട്ട സമയത്ത് നമ്മുടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നമുക്ക് കൂടെ ലഭിക്കുമ്പോൾ പിന്നെ നമുക്ക് ലൈഫിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ സാധിക്കും.
ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടാകും, ദൈവമേ എനിക്ക് ഇങ്ങനൊരു എൻ്റെ സ്വപ്നം പൂർണ്ണമായിരുന്നെങ്കിൽ എനിക്ക് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വപ്നം നിങ്ങൾക്കുണ്ടാവുമല്ലോ. അതായത് നിങ്ങളുടെ കൂടെ തന്നെ മറ്റുള്ളവർക്കും നല്ലത് വരുന്ന രീതിയിലുള്ള സ്വപ്നം. അപ്പോൾ അത് ഉറപ്പായിട്ടും ദൈവം കാണുന്നുണ്ട്. ഇന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. നാളെ ഒരു സമയം അത് പൂർണ്ണമാകുന്നതാണ്. ദൈവം സാക്ഷാത്കരിച്ച് തരുന്നതാണ് നിങ്ങൾക്ക്. ഇനി ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ നിങ്ങളുടെ സ്വപ്നത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ സാധിക്കത്തില്ല. കാരണം ദൈവം നിങ്ങളുടെ ആ ഒരു എനർജിയെ, നിങ്ങളുടെ സ്വഭാവത്തെ, നിങ്ങളെ തന്നെ സുരക്ഷിതരാക്കി ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു നോട്ടം നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ അവരുടെ പ്ലാനിങ് തകർക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പല പ്രാവശ്യവും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ തകർക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഊർജ്ജം എന്തോ രീതിയിലും ചേഞ്ച് ആവും. അപ്പോൾ അവരുടെ ആ ഒരു പ്ലാനിങ് എല്ലാം നിങ്ങൾ വിഫലമാക്കും. അപ്പോൾ അവർ തന്നെ ചിന്തിക്കും, ഇവർക്ക് എങ്ങനെ ഇത് സാധിച്ചു എന്ന്. അതേപോലെ പല സ്ഥലത്തും ദൈവം നിങ്ങളെ സഹായിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മുന്നേയും ദൈവം ഇതേപോലെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ തിരിഞ്ഞ് പിറകിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നും, ആ ഒരു ഏജിൽ ഞാൻ എങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന്. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ ഒരു സമയത്ത് ആ ഒരു കാര്യങ്ങൾ, പലരും ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തത്. നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് പല കാര്യങ്ങളും നടന്നിട്ടുള്ളത്. ഇവിടെ എൻ്റെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. കൃഷ്ണ ഭഗവാന്റെയും ശിവഭഗവാന്റെയും ആ ഒരു ബ്ലെസ്സിങ്ങോട് കൂടി എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. എനിക്ക് പോലും വിചാരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ എനിക്ക് ഡിസർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ദൈവം എനിക്കത് തരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു എനിക്കത് ഡിസർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം എനിക്ക് തരുന്നത് എന്ന്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വേറെ ആൾക്കാരുടെ ആ ഒരു പ്രാർത്ഥന ഫലിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഫലിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുന്നത്. ഇവിടെ മറ്റുള്ളവരുടെ ഊർജ്ജത്തിൻ്റെ പ്രഭാവം നിങ്ങളുടെ ലൈഫിൽ കൂടുതലായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, ആ ഒരു ഊർജ്ജത്തിൻ്റെ പ്രഭാവം നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാം നിങ്ങളുടെ ലൈഫിൽ നല്ലതാവാൻ പോവുകയാണ്. നിങ്ങൾ എന്തോ വലിയൊരു സ്വപ്നം പൂർണ്ണമാകാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2 വീക്സ്, കൂടുതൽ പറയുകയാണെങ്കിൽ 2 മന്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് 2 വീക്കിനുള്ളിൽ അല്ലെങ്കിൽ 2 മന്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗ്യത്തിലുള്ള ഒരു സ്വപ്നം എന്താണോ അത് പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്ന് പറയാൻ കാരണം ഇതാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ കാണുമെന്ന് വിചാരിച്ചോ, അപ്പോൾ വിചാരിക്കും, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ എന്ത് ഭംഗി നല്ലതായിരുന്നു എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അപ്പോൾ പറയുന്നത് അത് മാനിഫെസ്റ്റേഷൻ ആവും, ആ ആഗ്രഹം നടക്കും. അങ്ങനെ നിങ്ങൾ അറിയാതെ പറയുന്ന കാര്യം നടക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് നല്ല വീഡിയോ കാണുമ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക, മോശം ചിന്തിക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര പെയിനിലും വിഷമത്തിലൊക്കെ ആണെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം സൈഡിൽ വച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ ആഗ്രഹിക്കാൻ ശ്രമിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക, മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക, അഫർമേഷൻസ് പറയാൻ ശ്രമിക്കുക. ഞാൻ കുറേ വീഡിയോസിൽ ഈ ഒരു കാര്യം പറയുകയാണ്, നിങ്ങളത് ശ്രമിക്കുക. ഇവിടെ നിങ്ങളെ തന്നെ ഹീലാക്കാൻ വേണ്ടി ദൈവം ആ രീതിയിലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും മൊബൈലിൽ. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ആ ഒരു വിഷമത്തെ എല്ലാം ഹീലാക്കി കളഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ട കാര്യം എന്താണോ അത് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ 2 ആഴ്ച വരത്തില്ല, ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് 2 ദിവസത്തിനുള്ളിൽ അവർ ആഗ്രഹിച്ച സന്തോഷം അവർക്ക് ലഭിക്കുന്നതായിട്ട്, ആഗ്രഹം പൂർത്തിയാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല റീകവറിയും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഈ ഒരു സമയം അങ്ങനൊരു സമയമാണ്. പല റീകവറിയും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും പോസിബിൾ ആകുന്ന ഒരു സമയമാണ് ഇത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ നല്ലൊരു സമയമാണ്. ഈ ഒരു സമയം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒട്ടും തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മോശം സംഭവിക്കുകയാണ്, നിങ്ങളുടെ കർമ്മം നല്ലതാണ്, പിന്നെ നിങ്ങൾ ഒരിക്കലും ഡൗട്ട് അടിക്കേണ്ട. നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ നിങ്ങൾ ഗോ ഹെഡ്, മുന്നോട്ട് പോവുക. ബാക്കിയുള്ളത് അവർ നിങ്ങളുടെ കൂടെ എന്തൊക്കെയാണോ മോശം സംഭവിച്ചത് അതിനുള്ള പരിഹാരം ദൈവം ചെയ്തോളും.
ഈ ഒരു സമയം വളരെ വ്യത്യസ്തമായിട്ടുള്ള സമയമാണ്. മിസ്റ്ററി പോലെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കത്തില്ല. ഈ ഒരു സമയം 7775558888 ഈ 3 നമ്പർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു നമ്പറിൻ്റെ ആധാരത്തിലാണ് നിങ്ങളുടെ ലൈഫിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാവാൻ പോകുന്നത്. ചില കാര്യങ്ങൾ നേരെയാവുന്നത് സഡൻ ആയിട്ടായിരിക്കും. ചില മിറാക്കിൾസ് സംഭവിക്കുന്നത് സഡൻ ആയിട്ടായിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും സഡൻ ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ. എത്ര തന്നെ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും നിങ്ങളത് പുറത്ത് കാണിക്കാതെ കരയാതെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ. കാരണം ഒത്തിരി സഹനശീലത ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയ്ക്ക് സ്ട്രോങ് ആയി മാറിയത്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ ആ ഒരു ലൈഫ് നോക്കുമ്പോൾ സംശയം തോന്നാറുണ്ട്, നിങ്ങൾ ഇത്രമാത്രം സഹനശീലത എങ്ങനെ കൈവരിച്ചു എന്ന്. പക്ഷേ ഇനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല നല്ല ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പരിവർത്തനം ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു എനർജിയോട് മുന്നോട്ട് പോവുക. എന്ത് തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് കേട്ട് തീരുമാനം എടുക്കുക. ഇവിടെ ഇനി എന്ത് നിങ്ങൾ തീരുമാനം എടുത്താലും അത് മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് നല്ലതായിരിക്കും തരുന്നത്, മോശം തരത്തില്ല. കാരണം മൂണിൻ്റെ ആ ഒരു എനർജി പറയുന്നത് ഇനി നിങ്ങളെ ദുഃഖിപ്പിക്കത്തില്ല, നിങ്ങൾക്ക് സന്തോഷമാണ് മൂണിൻ്റെ എനർജി തരാൻ പോകുന്നത് എന്നാണ്. ഇത് ഇത്രയും നാൾ മൂണിൻ്റെ ആ ഒരു എനർജി നിങ്ങളെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ റിക്കവറി ഉണ്ടാകും. അത് നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള റിക്കവറി ആയിരിക്കും, അല്ലാതെ മോശം രീതിയിലുള്ള റിക്കവറി ആയിരിക്കത്തില്ല. ഇവിടെ ലെഫ്റ്റ് സൈഡ് നിങ്ങളുടെ ഐ ഭയങ്കരമായിട്ട് ചിമ്മുന്നുണ്ടായിരുന്നെങ്കിൽ അതിനി ചിമ്മുന്നത് നിൽക്കുന്നതാണ്. കൈയാണ് നിങ്ങളുടെ കൈ തുടിക്കും പോലെ, കണ്ണ് തുടിക്കും പോലെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ തുടിക്കും ലെഫ്റ്റ് സൈഡ്, അത് ഇങ്ങനെ തുടിക്കുന്നത് നിങ്ങൾക്ക് ഇനി ഉണ്ടാവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ കണ്ണിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അത് മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ തല സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു റിക്കവറി നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. തലയിൽ എപ്പോഴും ഭാരം, തലവേദന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ അതിലൊരു റിക്കവറി ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ ആ ഒരു സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത് എനിക്ക് മാനസികമായിട്ടൊരു ശാന്തി സമാധാനം മാത്രം മതി ദൈവമേ എന്നാണ്. അതായത് ഹൃദയത്തിൽ ഒരു സന്തോഷവും സമാധാനവും വേണം. അത്രയ്ക്കുള്ള ഒരു ഇതാണ് എനിക്ക് വേണ്ടത്. കാരണം അത്രമാത്രം നിങ്ങൾ ലൈഫിൽ അനുഭവിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് ദൈവത്തിനോട് പറയുന്നത് നിങ്ങൾ. പിന്നെ ദൈവം എന്ത് സന്തോഷം തരുന്നുണ്ടെങ്കിലും അത് എന്നിൽ നിന്ന് എടുക്കരുത്, എന്നേക്കുമായിട്ട് ആ ഒരു സന്തോഷം നിലനിർത്തണം അങ്ങനെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് 2 ദിവസം ഒരു സന്തോഷം തന്നിട്ട് പിന്നെ 3-ാമത്തെ ദിവസം എന്നെ കരയിപ്പിക്കുന്ന ആ ഒരിത് വേണ്ട ദൈവമേ. എനിക്ക് ഒരു സന്തോഷം അങ്ങ് തരുന്നുണ്ടെങ്കിൽ എന്നേക്കും നിലനിൽക്കുന്ന രീതിയിൽ തരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും ദൈവം നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹിച്ച സന്തോഷം തരുന്നതാണ്. പക്ഷേ ഇങ്ങനെ പേടിച്ച് നിങ്ങൾ ജീവിക്കുന്നത് നിർത്തൂ എന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ ഭാഗ്യം സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറയും ആ വ്യക്തിക്ക് അവരുടെ ഭാഗ്യം സപ്പോർട്ട് ചെയ്തല്ലോ, എനിക്കും അതേപോലെ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ ഭാഗ്യത്തിൻ്റെ എന്ന്. പക്ഷേ നിങ്ങളുടെ സമയം ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്കും ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് കിട്ടുന്നതാണ്. ലേറ്റായിട്ടാണ് നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ഊർജ്ജം എന്ന് പറയുന്നത് ഇഞ്ഞതിൻ്റെ ഊർജ്ജമാണ്. അതായത് 2 ഊർജ്ജം നിങ്ങളിലുണ്ട്. അതായത് നിങ്ങളെപ്പോലെ പ്രാക്ടിക്കലായിട്ടുള്ള വ്യക്തി വേറെയില്ല, നിങ്ങളെപ്പോലെ ഇമോഷണലായിട്ടുള്ള വ്യക്തി വേറെയില്ല. അങ്ങനെ 2 ഊർജ്ജമാണ് നിങ്ങളുടെ ഉള്ളത്. അതായത് ഒരു മജീഷ്യൻ്റെയും ഹൈ പ്രീസ്റ്റിൻ്റെയും ഊർജ്ജം, ഈ 2 ഊർജ്ജവും ചേരുമ്പോഴാണ് സന്തുലനം വരുന്നത്. അതേപോലെ ഒരു ഊർജ്ജമാണ് നിങ്ങളുടേത് എന്നാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനൊരു സന്തുലനം വരുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലും സമാധാനം കൊണ്ടുവരുന്നത്, മറ്റുള്ളവരുടെ ലൈഫിലും സമാധാനം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്നേക്കുമായിട്ട് കിട്ടുന്ന സന്തോഷമായിരിക്കും, അല്ലാതെ കുറച്ച് സമയത്തേക്ക് തന്നിട്ട് എടുക്കത്തില്ല. അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേടിച്ച് ജീവിക്കാതെ ഒരിക്കലും നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോവുക. ഇനി ദൈവം നിങ്ങളുടെ മുന്നിൽ ചോയ്സ് വയ്ക്കും, നിങ്ങൾക്ക് ഫസ്റ്റ് ഏത് പ്രാർത്ഥനയാണ് പൂർത്തിയാക്കേണ്ടത് എന്നുള്ള രീതിയിൽ. അങ്ങനെയായിരിക്കും ഇനി നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നത്. ഉറപ്പായിട്ട് ഇത് സംഭവിച്ചിരിക്കും. ഇവിടെ ഈ ഒരു സമയം ദൈവം നിങ്ങളെക്കുറിച്ച് മോശം ചിന്തിക്കുന്ന ആൾക്കാരെ നിങ്ങളിൽ നിന്ന് മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന ദൈവത്തിനോട് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ദൈവം അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളിൽ നിന്ന് ദൂരെ മാറ്റുന്നത്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട്. അതനുസരിച്ചാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഓരോ കാര്യങ്ങളും നടക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.